ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്യൂലി മോട്ടോർ മ്യൂസിയമാണ്. ഈ മ്യൂസിയം സ്ഥിതി ചെയ്തിരിക്കുന്നത് ന്യൂ ഫോറസ്റ്റ് എന്ന ഏരിയയിലാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ടിക്കറ്റ് റേറ്റും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അതർവൈസ് പ്ലീസ് ടു ചെക്ക് ദ വെബ്സൈറ്റ്. നമ്മൾ ഈ കാണുന്ന ഈ റെയില് അത് മോണോ റെയിലിൻ്റെയാണ്. നമ്മളകത്ത് കയറി കഴിയുമ്പോൾ മോണോ റെയിൽ പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ ആ ബ്യൂലി മാപ്പ് ഫോട്ടോ എടുത്ത് വെച്ചേക്കുക. നല്ല വിശാലമായിട്ട് കിടക്കുന്നൊരു പ്ലേസാണ്. സോ വഴി തെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാവും. ഏതാണ്ട് മോണോറെയിലിനകത്ത് കയറുകയാണ്. ഇതിൻ്റെ പ്രൈസ് എല്ലാം നമുക്ക് ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മോണോറെയിൽ കയറുമ്പം തന്നെ മോണോറെയിൽ ആദ്യം കയറുക. കാര്യം മ്യൂസിയത്തിൽ കയറുന്നതിന് മുമ്പ് കയറുന്നതായിരിക്കും ബെറ്റർ. മോണോറെയിലിനകത്ത് പോകുമ്പം മ്യൂസിയത്തിനകത്തൂടാണ് ഈ മോണോറെയിൽ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തതിന് ശേഷം മ്യൂസിയത്തിനകത്ത് കയറുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കുറച്ച് നേരത്തെ റെയിൽ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ചെത്തുമ്പം തന്നെ നല്ലൊരു ക്യൂ ഉണ്ട്. ഇത് ഒരു റെയിൽ പോയി തിരിച്ച് വന്ന ശേഷമാണ് അടുത്ത ആൾക്കാർ കയറ്റുന്നത്. ഈ കാണുന്ന വണ്ടികളെല്ലാം ടോപ്പ് ഗിയർ എന്ന് പറയുന്ന ഒരു TV ഷോയ്ക്കകത്ത് വന്നേക്കുന്ന വണ്ടികളാണ്. ഇവിടെ കാണുന്ന മിക്ക വണ്ടികളും ആ ഒരു ഷോയ്ക്കകത്ത് വന്നിട്ടുള്ളതാണ്. വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ഏതൊരു വ്യക്തിയും ഇവിടെ വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെ ടോപ്പ് ഗിയറിനകത്ത് വന്നേക്കുന്നതാണ്. വെളിയിൽ കിടക്കുന്ന വണ്ടികളെല്ലാം കണ്ട ശേഷം നമ്മൾ ഓൺ സ്ക്രീൻ കാഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കയറുകയാണ്. ഇവിടെ കൂടുതലും ഫീച്ചർ ചെയ്തേക്കുന്നത് മൂവീസിൽ വന്നേക്കുന്ന വണ്ടികളാണ്. ഫസ്റ്റ് ഈ കാണുന്ന വണ്ടി ഹാരി പോട്ടർ മൂവിക്കകത്ത് ഫീച്ചർ ചെയ്ത വണ്ടിയാണ്. ഹാരി പോട്ടർ മൂവിയിൽ പറക്കും കാറുണ്ടല്ലോ, ആ പറക്കും കാറാണ് ആദ്യം കണ്ടത്. പിന്നെ ബാക്കി ഈ വണ്ടികളും എല്ലാം പല പല മൂവീസിലൊക്കെ വന്നേക്കുന്ന കാഴ്സും ഒക്കെയാണ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മിസ്റ്റർ ബീൻ കാർട്ടൂണിലെ ഫീച്ചർ അയക്കുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതെല്ലാവർക്കും പരിചയമുള്ളൊരു വണ്ടിയാണ്. അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് പിന്നെ ടോപ്പ് ഗിയർ എന്ന് പറയുന്ന TV ഷോ എൻട്രൻസിലേക്കാണ്. ഇവിടെ ഒരു റെപ്ലിക്ക, അതായത് ആ TV റെപ്ലിക്കയാണ് ഉള്ളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടോപ്പ് ഗിയർ പ്രോഗ്രാം TV കാണുമ്പം ആ ഒരു ഷോയിൽ സ്റ്റേജ് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ആ സ്റ്റേജ് അകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതാണ് ടോപ്പ് ഗിയറിൻ്റെ ഒരു ഉൾവശം. അതിനകത്ത് ടോപ്പ് ഗിയറിൻ്റെ 1-2 പ്രോഗ്രാമൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് ഞാൻ കട്ട് ഷോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ ശേഷമുള്ള വ്യൂ ആണ് ഇതൊക്കെ. കുറേ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കുറേ വണ്ടികളും അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയധികം മോഡിഫിക്കേഷൻസ് എഴുതിയ വണ്ടികളുമുണ്ട്. അതെല്ലാം കണ്ട ശേഷം നമ്മൾ പോകുന്നത് നാഷണൽ മോട്ടോർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഒരു വിൻറ്റേജ് കാറാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കുറേ
വിൻറ്റേജ് കാർസും പിന്നെ ബൈക്സും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഏതൊരു വണ്ടിപ്രാന്തനും മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു പ്ലേസ്. വണ്ടിയോടധികം ക്രേസ് ഇല്ലാത്ത അല്ലെങ്കിൽ വണ്ടിയോടധികം താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബോറടിക്കാം. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഫോർ ദ ഓട്ടോ എന്തൂസിയസ്റ്റ്. 1952 എഡ്വേർഡ് ഡഗ്ലസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ മ്യൂസിയം ഫൗണ്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അച്ഛനായ ജോണിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് ഈ ഒരു മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്തത്. പുള്ളിയുടെ അച്ഛൻ ജോൺ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റും മോട്ടറിസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പം അതിനൊരു ട്രിബ്യൂട്ട് എന്ന പോലെ പുള്ളി ഫൗണ്ട് ഔട്ട് ചെയ്തതാണ്. ഈ മ്യൂസിയം തുടങ്ങിയ ടൈമിൽ ഏകദേശം 5 കാർസും പിന്നെ കുറച്ച് മോട്ടോർ സൈക്കിൾസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഗ്രാജുവലി ഇതിൻ്റെ മോട്ടോർ സൈക്കിൾസിൻ്റെയും കാർസിൻ്റെയും എണ്ണം കൂടിയാണ് ഇത്രത്തോളമൊക്കെ ആയത്. ഇന്ന് ഈ മ്യൂസിയത്തിൽ ഏകദേശം 285 വെഹിക്കിൾസോളം ഉണ്ട്. അതും 19th സെഞ്ച്വറിക്ക് ശേഷം മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വണ്ടികളാണ് മിക്കത്. F1 റേസിങ്ങിൻ്റെയൊക്കെ ഒരു പ്രതീതി തരുന്ന രീതിയിലാണ് ഈ ഒരു സ്ട്രക്ചർ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിക്കും പറയാം, അത് കാർസ് നല്ല സ്പീഡിൽ പോകുന്ന പോലൊരു ഫീലാണ് അത് കാണുമ്പോൾ കിട്ടുന്നത്. ഇത് F1 കാർസിൻ്റെ ഒരു സെക്ഷനാണ്. മെഴ്സിഡീസിൻ്റെയൊക്കെ കാർസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വിൻറ്റേജ് റേസിംഗ് കാർസിൻ്റെ സെക്ഷനാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഓൾഡ് ജെൻ ആൻഡ് ന്യൂ ജെൻ മോട്ടോർ സൈക്കിൾസിൻ്റെ സെക്ഷനാണ്. ഏതൊരു വണ്ടി ഭ്രാന്തനും മോട്ടോർ സൈക്കിൾ വിട്ടിട്ടുള്ള കളിയില്ലല്ലോ. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് മോട്ടോർ സൈക്കിൾസ് ഇവിടെ ഉണ്ട്.
പഴയകാല വർക്ക്ഷോപ്പുകളിലൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രതീതിയാണ് ഈ ഒരു സെക്ഷനിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. പഴയ വർക്ക്ഷോപ്പുകളിൽ എങ്ങനെയാണോ വണ്ടി ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ ഗ്യാരേജസ് ഇരുന്നത്, ആ ഒരു രീതിയിലാണ് റെപ്ലിക്ക കിടന്നത്. ഇവിടുത്തെ വണ്ടികളെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്, എപ്പോഴും വൃത്തിയോടെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന വണ്ടികളാണ്. അത് നമുക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും, പോയി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. നല്ല അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീനാണ്. ഈ മോട്ടോർ മ്യൂസിയം കണ്ടതിന് ശേഷം ഇതിനകത്ത് തന്നെ, ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു പാലസ് ഉണ്ട്. ആ പാലസിലേക്ക് പോയി കാണുകയൊക്കെ ചെയ്തു. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവമായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാനത് ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി കൂടെ ലെങ്തി ആയിപ്പോകും. അതുകൊണ്ട് നിങ്ങളധികം ബോറടിപ്പിക്കുന്നില്ല. Hope you guys enjoy this video. Thank you for watching. Keep supporting and stay blessed.